നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ജ്യോതിഷത്തിൽ പുതുവർഷ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം ചിങ്ങം തൊട്ട് തുടങ്ങുകയാണ്. ജ്യോതിഷത്തിലെ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. പക്ഷേ ലോകമെങ്കാളുമുള്ള ആളുകൾ ക്രിസ്തു വർഷത്തെ ജനുവരി 1 തൊട്ട് നമ്മൾ പുതുവർഷമായിട്ട് കാണും. അപ്പോൾ നമ്മൾ മലയാളികളായ നമ്മളുടെ പുതുവർഷമാണ് ചിങ്ങമാസം 1 തൊട്ട്. 1201 ആണ്ട് ചിങ്ങമാസം 1 ഈ 2025 ഓഗസ്റ്റ് മാസം 17 തുടങ്ങുകയാണ്. അതുതൊട്ട് ഒരു വർഷത്തെ ഫലം ഓരോ രാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കി വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് വൃശ്ചിക രാശിക്കാരുടെ പുതുവർഷത്തെക്കുറിച്ചാണ്. ഈ ഒരു വർഷം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. വൃശ്ചിക രാശി പെടുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം തൃക്കേട്ട. അപ്പോൾ അനിഴം തൃക്കേട്ട വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക. ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ശരിക്ക് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയിൽ പെട്ട നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തെ നോക്കുമ്പോൾ നിങ്ങൾക്കും ശരിക്ക് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ കൊടുക്കുന്ന വർഷം തന്നെയാണ്. ഇപ്പോൾ കണ്ടകശനി ഉണ്ടായിരുന്നു, കഴിഞ്ഞ പീരീഡുകളിൽ കണ്ടകശനി മാറി. വ്യാഴം ഇപ്പോൾ 8 പോയി നിൽക്കുകയാണ്, അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുകയാണ്. വ്യാഴം 8 നിൽക്കുകയാണ്. 8 വ്യാഴം നിൽക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം നടക്കും. പക്ഷേ സമ്പത്ത് കയ്യിലോട്ട് വരാൻ വലിയ മടി, പൈസ വന്നാൽ നിൽക്കത്തില്ല. അതുപോലെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ, ടെൻഷനൊക്കെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് കൊണ്ടുപോകുന്ന സമയമാണ് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. വളരെ ശ്രദ്ധിച്ച് പോവേണ്ട സമയം തന്നെയാണ്. അതുകൊണ്ടാണ് സുഖ ദുഃഖ ഫലത്തെ കൊടുക്കും എന്ന് പറയാൻ കാരണം. കുറച്ച് കാര്യങ്ങൾ നടക്കുമെങ്കിലും അതിനനുസരിച്ച് പൈസ വരില്ല. കാര്യങ്ങൾ നടക്കും, വെളിയിൽ നോക്കുമ്പോൾ എല്ലാം നടക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്മൂത്തായി പോകണം നമുക്ക് തോന്നും മറ്റുള്ളവർക്ക്. പക്ഷേ സാമ്പത്തികമായി നിങ്ങൾ ഞെരുങ്ങും, പൈസ നിൽക്കത്തില്ല, പൈസ പുറത്തു പോയാൽ പൈസ വരത്തില്ല. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. അതുപോലെ എന്തെങ്കിലും അസുഖമോ അസ്വസ്ഥതയോ വന്നാൽ വച്ചുകൊണ്ടിരിക്കരുത്, അതിനെ പരിഹരിച്ച് കൊണ്ടുപോകണം. ഒപ്പം നമുക്ക് എന്ത് ചെയ്യണം? വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. ഒരു ലക്ഷ്മി നാരായണ യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ലക്ഷ്മി നാരായണ യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതും ധരിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഈ ദോഷത്തിൻ്റെ കാഠിന്യം പെട്ടെന്ന് കുറയും. നമുക്ക് അതുകൊണ്ടാണ് മുന്നേ കൂട്ടി നിങ്ങളെ അറിയിക്കണേ, കഷ്ടകാലം പുതുവർഷം അത്ര കണ്ട് ശോഭനമല്ല, സൂക്ഷിക്കണം എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരണേ. കാരണം നമുക്ക് നേരത്തെ അറിഞ്ഞ് എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്. നമുക്ക് പേടിക്കാനോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ പരിഹാരം ആര് ചെയ്യണം? നമ്മൾ വിചാരിച്ചാലേ നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്ത് ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളിലൂടെ തന്നെ നമുക്ക് പരിഹാരം ചെയ്ത് അത് കൊണ്ടുപോകാം. അതിനാണ് ഞാൻ പറഞ്ഞ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം, ഭഗവാന് പാൽപ്പായസവും തുളസിമാലയും അർച്ചനയൊക്കെ നടത്തുന്നതിനൊപ്പം തന്നെ ഒരു മഹാസുദർശന യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി
അതിൽ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പലരും ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിളിച്ച് അയ്യോ ലൈവ് ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് അവർക്ക് കാര്യങ്ങൾ പലപ്പോഴും അല്ലാതെ വിളിച്ച് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം മലയാളികളുടെ ദുബായിലെ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് UAE-യിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പോകണം. ഇവിടെ അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇതെല്ലാം ഉള്ളതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലൂടെ സംസാരിക്കാൻ പലപ്പോഴും ഫോണിലൂടെ പറ്റാറില്ല. അതുകൊണ്ടാണ് അല്ല ബോധപൂർവം കോൾ അറ്റൻഡ് ചെയ്യാത്തതൊന്നുമല്ല. അപ്പോൾ എല്ലാ പേർക്കും ഈ ചാനൽ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.